ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 14. ഏകനെങ്കിലും വിസ്മരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം 23 വാക്യം. അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരു തടവുകാരനായിരിക്കുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഒറ്റപ്പെടലും ഏകാന്തതയുമാണെന്ന് വ്യക്തമാകും. വാസ്തവത്തിൽ തടവിൻ്റെ ദൈർഘ്യം എന്തായിരുന്നാലും മിക്ക തടവുകാർക്കും സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ 2 സന്ദർശനങ്ങൾ മാത്രമേ ലഭിക്കൂ എന്ന് ഒരു പഠനം വെളിപ്പെടുത്തി. ഏകാന്തത ഒരു നിരന്തരമായ യാഥാർത്ഥ്യമാണ്. ജയിലിൽ കിടക്കുമ്പോൾ യോസഫിന് തോന്നിയത് അന്യായമായ കുറ്റാരോപിതനായതിൻ്റെ വേദനയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ പ്രതീക്ഷയുടെ ഒരു തിളക്കമുണ്ടായിരുന്നു. ഫറവോന്റെ വിശ്വസ്ത സേവകനായിരുന്ന സഹ തടവുകാരൻ്റെ സ്വപ്നം ശരിയായി വ്യാഖ്യാനിക്കാൻ ദൈവം യോസേഫിനെ സഹായിച്ചു. യോസേഫ് ആ മനുഷ്യനോട് അവൻ തൻ്റെ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയുകയും തന്നെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ ഫറവോനോട് അപേക്ഷിക്കാൻ ആ മനുഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആ മനുഷ്യൻ യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. 2 വർഷം കൂടി യോസേഫ് കാത്തിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ സാഹചര്യങ്ങൾ മാറുമെന്ന സൂചനയൊന്നും കൂടാതെ തന്നെ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ യോസേഫ് ഒരിക്കലും പൂർണ്ണമായും തനിച്ചായിരുന്നില്ല. ഒടുവിൽ ഫറവോന്റെ ദാസൻ അവൻ്റെ വാഗ്ദാനം ഓർത്തു മറ്റൊരു സ്വപ്നം ശരിയായി വ്യാഖ്യാനിക്കുന്നതിനായി യോസേഫിനെ മോചിപ്പിച്ചു. നാം മറന്നുപോയി എന്ന തോന്നലുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഏകാന്തതയുടെ നാളുകൾ ഇഴഞ്ഞു നീങ്ങുന്നതും പരിഗണിക്കാതെ തന്നെ ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ ഉറപ്പ് നൽകുന്ന വാഗ്ദാനത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. ചിന്തിക്കുക, വിസ്മരിക്കപ്പെട്ടതിൻ്റെ വേദന നിങ്ങൾ എപ്പോഴാണ് അനുഭവിച്ചിട്ടുള്ളത്? ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ എങ്ങനെയാണ് ആശ്വാസം നൽകുന്നത്? ദൈവത്തിന് മഹത്വം.